Dear students, welcome to Social Science second class. Today is our second class. In the previous class, we explained about the first part of the first chapter of Social Science second, seasons and time. The remaining parts of this chapter. First point, Uttarayanam and Dakshinayanam. Uttarayanam means Uttarayana Kalam. Dakshinayanam means, Dakshinayana Kalam. നിങ്ങൾ കേട്ടിട്ടുണ്ട് സൂര്യൻ്റെ ഉത്തരായനം സൂര്യൻ്റെ ദക്ഷിണായനം. What do you mean by ഉത്തരായനം? The apparent movement of the sun from Tropic of Capricorn to the Tropic of Cancer is known as ഉത്തരായനം. അതായത് ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. നമ്മൾ ഉത്തരായന കാലം എന്നൊക്കെ പറയും. ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഉത്തരായനം മീൻസ് സൂര്യൻ്റെ ഉത്തരായന കാലം. ദക്ഷിണായനം മീൻസ് ദക്ഷിണായന കാലം. വാട്ട് ഡു യു മീൻ ബൈ ഉത്തരായനം? എന്താണ് ഉത്തരായനം? The apparent movement of the sun from the Tropic of Capricorn to the Tropic of Cancer is known as ഉത്തരായനം. അതായത് ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ഉത്തരായനം അല്ലെങ്കിൽ ഉത്തരായന കാലം എന്ന് പറയുന്നത്. We already explained, about on December 22nd, the sun reaches vertically over the Tropic of Capricorn. നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഡിസംബർ 22-ന് സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിൽ വരുന്നു. തുടർന്ന് സൂര്യൻ അയനം ചെയ്യുന്നത് വടക്കോട്ടേക്കാണ്. വടക്കോട്ടേക്ക് അയനം ചെയ്യുന്ന സൂര്യൻ മാർച്ച് 21-ന് ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിൽ വരുന്നു. തുടർന്ന് ജൂൺ 21-ന് ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലെത്തുന്നു. ആഫ്റ്റർ 22nd December, sun moves towards north and reaches over the equator on March 21st. Afterwards, sun moves towards north and reaches over the Tropic of Cancer on June 21st. So, this is Uttarayanam. ഇതാണ് ഉത്തരായന കാലം. Then Dakshinayanam. What is Dakshinayanam? The apparent movement of the sun from Tropic of Cancer to the Tropic of Capricorn is known as Dakshinayanam. അതായത് ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ദക്ഷിണായന കാലം എന്ന് പറയുന്നത്. On June 21st, sun vertically reaches over Tropic of Cancer. After sun moves towards south, then reaches over the equator on September 23rd. Then again moves towards south and reaches over the Tropic of Capricorn on December 22nd. അതായത് ജൂൺ 21-ന് സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലാണ്. പിന്നീട് സൂര്യൻ അയനം ചെയ്യുന്നത് തെക്കോട്ടേക്കാണ്. തുടർന്ന് സെപ്റ്റംബർ 23-ന് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിൽ വരുന്നു. അതിനുശേഷം ഡിസംബർ 22-ന് സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിൽ വരുന്നു. ഇതാണ് സൂര്യൻ്റെ ദക്ഷിണായന കാലം. ദിസ് ഇസ് ദക്ഷിണായനം. Great idea about all this concept. Next, we are going to discuss, about time. നമ്മൾ ഈ ചാപ്റ്ററിൽ അടുത്തായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് സമയത്തെക്കുറിച്ചാണ്. മീൻസ് ടൈം കാൽക്കുലേഷൻ. സമയം എങ്ങനെ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. ആക്ച്വലി വി എക്സ്പീരിയൻസ് ടൈം ഡിഫറൻസസ്. നമുക്ക് സമയവ്യത്യാസം അനുഭവപ്പെടാറുണ്ട്. മോർണിംഗ്, noon, afternoon, then evening, then night. ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്.
അത് സമയവ്യത്യാസത്തെ സൂചിപ്പിക്കുന്നു. ഓൾ ദിസ് ആക്ച്വലി ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ടൈം ഡിഫറൻസസ്. ഇതെല്ലാം സമയവ്യത്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് സമയവ്യത്യാസം അനുഭവപ്പെടുന്നത്? കാരണം എന്താണ്? Actually we experience time differences. That is because of the rotation of earth. നമുക്ക് സമയവ്യത്യാസം അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഭൂമിയുടെ റൊട്ടേഷനാണ്. റൊട്ടേഷൻ മീൻസ് ഭ്രമണമാണ്. ഭൂമിയുടെ ഭ്രമണമാണ് സമയവ്യത്യാസം ഉണ്ടാവാൻ കാരണം. What do you mean by rotation? The earth rotates its own axis. ഭൂമി സാങ്കല്പികമായ അച്ചുതണ്ടിലൂടെ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. ആൻഡ് ദ എർത്ത് ടേക്സ് 24 hours ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. അതായത് ഒരു ഭ്രമണം പൂർത്തീകരിക്കാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? 24 hours ആണ്. 24 മണിക്കൂറാണ്. 24 മണിക്കൂർ കൊണ്ട് ഭൂമി ഒരു ഭ്രമണം പൂർത്തീകരിക്കുന്നു. Then about the rotation of earth. എങ്ങനെയാണ് ഭൂമിയുടെ ഭ്രമണം? ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടേക്കാണ്. ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. സോ വി ഫീൽ സൺ റൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സൺ സെറ്റ് ഇൻ ദ വെസ്റ്റ്. അതായത് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതായും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കായതുകൊണ്ടാണ്. ഒരു റൊട്ടേഷന് ഭൂമി എത്ര സമയം എടുക്കുന്നത് നമ്മൾ പറഞ്ഞു? 24 മണിക്കൂർ. when we consider the angular distance of the earth as 360 degree, നമ്മൾ ഭൂമിയുടെ കോണീയ അകലം 360 ഡിഗ്രി ആയി കണക്കാക്കുക. അങ്ങനെയാകുമ്പോൾ ഫോർ 360 ഡിഗ്രി റൊട്ടേഷൻ ദ എർത്ത് ടേക്സ് 24 hours. ഭൂമിയുടെ കോണീയ അകലം അതായത് 360 ഡിഗ്രി ആയിട്ട് കണക്കാക്കുക നമ്മൾ. അങ്ങനെയാവുമ്പോൾ ഈ 360 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് വേണ്ട സമയമാണ് 24 മണിക്കൂർ. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? 24 into 60. 24 into 60 means 1440 minutes. അതായത് 360 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് 24 മണിക്കൂർ വേണം. എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആവശ്യമാണ്? 1440 മിനിറ്റ് ആവശ്യമാണ്. 360 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് 1440 മിനിറ്റ് ആവശ്യമാണ്. 1 degree rotation. The earth takes, അതായത് 1 ഡിഗ്രി റൊട്ടേഷന് ഭൂമി എത്ര സമയം എടുക്കും? 1440 ഡിവൈഡഡ് ബൈ 360 is equal to 4 minutes. അതായത് 1 ഡിഗ്രി റൊട്ടേഷന് ഭൂമി എത്ര സമയം എടുക്കും? നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയുന്നത്? 1440 ഹരിക്കണം 360 സമം 4 മിനിറ്റ്. അതായത് 1 ഡിഗ്രി റൊട്ടേഷന് ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? 4 മിനിറ്റാണ്. 4 മിനിറ്റാണ് 1 ഡിഗ്രി റൊട്ടേഷന് ഭൂമിയെ എടുക്കുന്നത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. Then here you have to create idea about what do you mean by local time. എന്താണ് ലോക്കൽ ടൈം എന്ന ആശയം ഉണ്ടാക്കി വെക്കുക. നമുക്കറിയാം പ്രാചീന കാലഘട്ടത്തിലൊക്കെ തന്നെ സമയം കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് സൂര്യൻ്റെ ഉച്ചനിലയെ അടിസ്ഥാനമാക്കിയായിരുന്നു. അതോടൊപ്പം ഉച്ചനിലയുമായി ബന്ധപ്പെട്ട് നിഴലിനെ നോക്കിക്കൊണ്ടായിരുന്നു നമ്മൾ സമയം കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് സമയം കണക്കാക്കാൻ നമ്മുടെ മുന്നിൽ ഉപകരണങ്ങളുണ്ട്. ടുഡേ കറന്റ്ലി we have instruments to calculate time. എന്നാൽ ഇന്ന് നമുക്ക് സമയം കണക്കാക്കാൻ എന്താണ്? ഉപകരണങ്ങളുണ്ട്. ലോക്കൽ ടൈം എന്ന് പറഞ്ഞാൽ പ്രാദേശിക സമയം. when sun is vertically overhead, അതായത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് നേർ മുകളിൽ വരുന്നു. when sun is vertically overhead, time is noon. സമയം എത്രയാണ്? സൂര്യൻ തലയ്ക്ക് നേർ മുകളിൽ വരുമ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയാണ്. ടൈം ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ദ അപ്പെക്സ് പൊസിഷൻ ഓഫ് ദ സൺ ഈസ് നോൺ ആസ് ലോക്കൽ ടൈം.
സൂര്യൻ്റെ ഉച്ചനിലയെ അടിസ്ഥാനമാക്കി സമയം നിർണ്ണയിക്കുന്നതിനാണ് ലോക്കൽ ടൈം അല്ലെങ്കിൽ പ്രാദേശിക സമയം എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ലോക്കൽ ടൈം? എന്താണ് പ്രാദേശിക സമയം? വെൻ സൺ vertically reaches overhead, time is noon. Time is calculated on the basis of the apex position of the sun. Apex position എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഉച്ചനില, സൂര്യൻ തലയ്ക്ക് നേർ മുകളിൽ വരുന്ന അവസ്ഥ. Time is calculated on the basis of the apex position of the sun is known as local time. നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഭൂമിയുടെ കോണീയ അകലം അല്ലെ കോണീയ അളവ് 360 ഡിഗ്രി ആയിട്ട് കണക്കാക്കുക. അങ്ങനെയാകുമ്പോൾ 360 ഡിഗ്രി കറങ്ങാനാണ് ഭൂമി 24 മണിക്കൂർ അഥവാ 1440 മിനിറ്റ് എടുക്കുന്നത്. അതായത് ഭൂമിയുടെ കോണീയ അളവ് 360 ഡിഗ്രി ആകുമ്പോൾ 1 ഡിഗ്രി വ്യത്യാസത്തിൽ നമുക്ക് എത്ര രേഖാംശ രേഖകളെ ലോങ്റ്റ്യൂഡ്സിനെ വരയ്ക്കാൻ കഴിയും? 360 രേഖാംശ രേഖകളെ ലോങ്റ്റ്യൂഡ്സിനെ വരയ്ക്കാൻ കഴിയും. ആസ് എ പാർട്ട് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് എർത്ത്, അതായത് ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഭാഗമായിട്ട് 360 രേഖാംശീയ രേഖകൾക്ക് മുകളിലും സൂര്യൻ വരുമല്ലോ. അതായത് ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഭാഗമായിട്ട് ഈ 360 രേഖാംശ രേഖകൾക്ക് മുകളിൽ ആര് വരുന്നു? സൂര്യൻ വരുന്നു. അങ്ങനെ സൂര്യൻ വരുമ്പോൾ ആ രേഖാംശങ്ങളിലെ സമയം എത്രയായിരിക്കും? ഉച്ചയ്ക്ക് 12 മണിയായിരിക്കും. ഓരോ രേഖാംശത്തിലും വരുമ്പോൾ അവിടുത്തെ സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാട്ട് വിൽ ബി ദ കോംപ്ലിക്കേഷൻസ്? വാട്ട് വിൽ ബി ദ കോംപ്ലിക്കേഷൻസ് ഇഫ് ദർ ആർ സെവറൽ ലോക്കൽ ടൈം ഇൻ എ കൺട്രി? ഒരു രാജ്യത്ത് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഉണ്ടാവുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ എന്തെല്ലാമായിരിക്കും? What will be the complications if there are several local times in a country? നിങ്ങൾ നോക്കുക, the longitudinal extension of India. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്രയാണെന്ന് നോക്കുക. അതായത് 68 ഡിഗ്രി മുതൽ, ശരിക്കും 68 ഡിഗ്രി 7 മുതൽ 97 ഡിഗ്രി 25 വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. The longitudinal extension of India, that is from 68 to 97, അതായത് 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ കൂടി ഏകദേശം 30ഓളം രേഖാംശീയ രേഖകൾ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഓരോ രേഖാംശത്തിന് മുകളിലും സൂര്യൻ വരുമ്പോൾ അവിടുത്തെ സമയം എത്രയായിരിക്കും? 12 മണിയായിരിക്കും. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്തിന് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രായോഗികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വാട്ട് വിൽ ബി ദ കോംപ്ലിക്കേഷൻസ്? എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഫസ്റ്റ്, cannot prepare a railway timetable applicable throughout the country. Cannot prepare a railway timetable applicable throughout the country. രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന തരത്തിൽ ഒരു റെയിൽവേ സമയക്രമം പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ റെയിൽവേ സമയക്രമം ക്രമീകരിക്കാൻ നമുക്ക് കഴിയില്ല. സെക്കൻഡ്, cannot give information on radio TV programs. റേഡിയോ ടി വി പരിപാടികളെ കുറിച്ച് അറിയിപ്പ് നൽകാൻ നമുക്ക് കഴിയില്ല. cannot give information on radio TV programs. And cannot organize a written examination throughout the country. രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന രൂപത്തിൽ പൊതുപരീക്ഷകൾ നടത്താൻ നമുക്ക് കഴിയില്ല. ഫോർ എക്സാമ്പിൾ, ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് സാർ നമ്മൾ നടത്താറുള്ളതാണ്. അപ്പോൾ ദീസ് ആർ ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. സോ ക്രിയേറ്റ് ഐഡിയ ബോട്ട്. ഇതാണ് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഒരു രാജ്യത്ത് ഉണ്ടാകുമ്പോഴുള്ള പ്രായോഗികമായ പ്രശ്നങ്ങൾ. നെക്സ്റ്റ്, you have to create idea about time zones. ലോകത്തെ നിങ്ങൾ മനസ്സിലാക്കുക, 24 സമയമേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻടു 24 ടൈം സോൺസ്. അതായത് ലോകത്തെ 24 സമയമേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. 15 ഡിഗ്രി വ്യത്യാസത്തിൽ
എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ദൈർഘ്യമുള്ള 24 സമയമേഖലകളായിട്ട് ലോകത്തെ തരംതിരിച്ചിട്ടുണ്ട്. ഇതാണ് ടൈം സോൺസ്. സമയ മേഖലകൾ ധാരണ ഉണ്ടാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിക്ക് 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട സമയം എത്രയാണ്? 4 മിനിറ്റാണ്. 2 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനോ 8 മിനിറ്റ് ആവശ്യമാണ്. 3 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ 12 മിനിറ്റ് ആവശ്യമാണ്. അതായത് 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ, ഭ്രമണം ചെയ്യാൻ 1 മണിക്കൂർ ആവശ്യമാണ്. അതാണ് പറഞ്ഞത്, 15 ഡിഗ്രി വ്യത്യാസത്തിൽ, 1 മണിക്കൂർ വ്യത്യാസത്തിൽ ലോകത്തെ 24 സമയമേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ സമയം കണക്കാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ധാരണയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഭൂമിയുടെ ഭ്രമണം എങ്ങനെയാണെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടേക്കാണ്. അങ്ങനെ ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് ഭൂമിയിൽ ആദ്യം സൂര്യപ്രകാശം എത്തുക കിഴക്ക് ഭാഗത്തായിരിക്കും. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്കാണ് സൂര്യപ്രകാശം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് കിഴക്കോട്ട് സമയം കൂടും, പടിഞ്ഞാറോട്ട് സമയം കുറയും. അതായത് ഒരു നിശ്ചിത രേഖാംശത്തിൽ നിന്ന് കിഴക്കോട്ട് സമയം കൂടുകയും പടിഞ്ഞാറോട്ട് സമയം കുറയുകയും ചെയ്യും. From a definite longitude, time increases towards the east and decreases towards the west. ഒരു നിശ്ചിത രേഖാംശത്തിൽ നിന്ന് കിഴക്കോട്ട് സമയം കൂടുകയും പടിഞ്ഞാറോട്ട് സമയം കുറയുകയും ചെയ്യും. ഇപ്പോൾ ഓരോ ഡിഗ്രിയിലും കിഴക്കോട്ട് എത്ര മിനിറ്റ് കൂടും? 4 മിനിറ്റ് കൂടും. ഓരോ ഡിഗ്രിയിലും പടിഞ്ഞാറോട്ട് എത്ര മിനിറ്റ് കുറയും? 4 മിനിറ്റ് കുറയും. ഈ ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. എങ്ങോട്ട് സമയം കൂടുന്നു? ടൈം ഇൻക്രീസസ് ടുവേർഡ്സ് ദ ഈസ്റ്റ് ആൻഡ് ടൈം ഡിക്രീസസ് ടുവേർഡ്സ് ദ വെസ്റ്റ്. കിഴക്കോട്ട് സമയം കൂടുകയും പടിഞ്ഞാറോട്ട് സമയം കുറയുകയും ചെയ്യും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിന് കാരണം എന്താണ്? ബിക്കോസ് ദ റൊട്ടേഷൻ ഓഫ് എർത്ത് ദാറ്റ് ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അതായത് ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ അനുഭവപ്പെടുന്നത്. കിഴക്കോട്ട് സമയം കൂടിയും പടിഞ്ഞാറോട്ട് സമയം കുറഞ്ഞും അനുഭവപ്പെടാൻ കാരണമാകുന്നത്. നെക്സ്റ്റ്, ഹിയർ യു ഹാവ് ടു ക്രിയേറ്റ് ഐഡിയ അബൌട്ട് ഗ്രീൻവിച്ച് ലൈൻ ഓർ ഗ്രീൻവിച്ച് മെറിഡിയൻ. അടുത്തായിട്ട് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട ആശയമാണ് ഗ്രീൻവിച്ച് ലൈൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നുള്ളത്. ഗ്രീൻവിച്ച് രേഖ എന്ന് നമ്മൾ പറയും. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ലോങ്റ്റ്യൂഡ്? ഈ രേഖാംശത്തിന്റെ പ്രാധാന്യം എന്താണ്? എന്താണ് ഈ രേഖാംശത്തിന്റെ പ്രാധാന്യം? മനസ്സിലാക്കി വെക്കൂ. 0 ഡിഗ്രി ലോങ്റ്റ്യൂഡ് ഈസ് നോൺ ആസ് ഗ്രീൻവിച്ച് ലൈൻ. 0 ഡിഗ്രി ലോങ്റ്റ്യൂഡ് ഈസ് നോൺ ആസ് ഗ്രീൻവിച്ച് ലൈൻ ആൻഡ് ഇറ്റ് acquires the name from Greenwich, where the Royal British Observatory is situated. അതായത് 0 ഡിഗ്രി രേഖാംശീയ രേഖയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. ഗ്രീനിച്ച് രേഖ എന്ന പേര് വരാൻ കാരണം എന്താണ്? ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഗ്രീനിച്ച്. ആൻഡ് വേൾഡ് ടൈം ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ഗ്രീൻവിച്ച് ലൈൻ ഓർ 0 ഡിഗ്രി ലോങ്റ്റ്യൂഡ്. ലോക സമയം നിർണ്ണയിക്കുന്നത് ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ 0 ഡിഗ്രി രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. സോ ഗ്രീൻവിച്ച് ലൈൻ ഈസ് നോൺ ആസ് പ്രൈം മെറിഡിയൻ. അതുകൊണ്ട് ഗ്രീനിച്ച് രേഖയെ എന്തെന്ന് വിളിക്കുന്നു? പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു. ഗ്രീനിച്ച് രേഖയെ വിളിക്കുന്ന പേരെന്താണ്? പ്രൈം മെറിഡിയൻ. ബിക്കോസ് വേൾഡ് ടൈം ഈസ് കാൽക്കുലേറ്റഡ്, estimated on the base of 0 degree longitude or Greenwich line, and we imagine that this longitude, 0 degree longitude, that passes through the place Greenwich. അതായത് ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി 0 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു.
So this line is called, or this longitude is known as Greenwich line or Greenwich meridian. Create idea about this. ഈ ആശയത്തെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുക. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. നമ്മൾ മലയാളത്തിൽ മാനക രേഖാംശം എന്ന് പറയും. വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ സ്റ്റാൻഡേർഡ് ടൈം? സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ മാനക സമയം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ സമയം കണക്കാക്കുന്നത് ഒരു രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു രാജ്യത്ത് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാൽ അത് പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇറ്റ് വുഡ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും എന്താണ് ചെയ്യുന്നത്? ആ രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന സമയമായി കണക്കാക്കുന്നു. രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തെ, ആ രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന സമയമായി കണക്കാക്കുന്നു. Every country in the world considers the longitude that passes through the middle of that country as its standard meridian and the common time for whole country. രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന സമയമായി കണക്കാക്കുന്നു. അപ്പോൾ what do you mean by standard meridian? Each country in the world considers the longitude that passes almost through the middle of that country as standard meridian. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആ രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തെ മാനക രേഖാംശമായി കണക്കാക്കുന്നു. ആൻഡ് ദ ലോക്കൽ ടൈം അറ്റ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് ടേംഡ് ആസ് സ്റ്റാൻഡേർഡ് ടൈം. ഈ സ്റ്റാൻഡേർഡ് മെറിഡിയനിലുള്ള മാനക രേഖാംശത്തിലുള്ള ലോക്കൽ ടൈമിനെയാണ്, പ്രാദേശിക സമയത്തെയാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും മാനക രേഖാംശം എന്നുള്ളത് അത് ആ രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശമായിരിക്കും. ആ രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന സമയമായി കണക്കാക്കുന്നു. ആ രേഖാംശത്തെ അടിസ്ഥാനമാക്കി രാജ്യത്തിൻ്റെ സമയം നിർണ്ണയിക്കുന്നതിനാണ് മാനക സമയം എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഈസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഏതാണ്? 82.5 ഡിഗ്രി ഈസ്റ്റേൺ ലോങ്റ്റ്യൂഡ് ഈസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശത്തെ, കിഴക്കൻ രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി പരിഗണിക്കുന്നത്. ആൻഡ് വി കാൽക്കുലേറ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം on the base of this longitude, means 82.5 ഡിഗ്രി ഈസ്റ്റേൺ ലോങ്റ്റ്യൂഡ്. നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമയം നിർണ്ണയിക്കുന്നത് 82.5 ഡിഗ്രി രേഖാംശരേഖയെ, പൂർവ്വ രേഖാംശരേഖയെ അടിസ്ഥാനമാക്കിയാണ്. ആൻഡ് ഹിയർ യു ഹാവ് ടു ക്രിയേറ്റ് ഐഡിയ അബൌട്ട് GMT, ഗ്രീൻവിച്ച് മീൻ ടൈം. എന്താണ് ഗ്രീനിച്ച് സമയം എന്നുള്ളത്? ദ ലോക്കൽ ടൈം അറ്റ് ഗ്രീൻവിച്ച് ലൈൻ, the local time at the Greenwich line is known as Greenwich Mean Time. അതായത് ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെയാണ് ഗ്രീനിച്ച് മീൻ ടൈം എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5.5 മണിക്കൂറാണ്. യു നോ ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് ഗ്രീനിച്ച് ടൈം, ദാറ്റ് ഈസ് 5.5 hours. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂറാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തായിട്ട് നമുക്ക് വിശദീകരിക്കാനുള്ളത് ടൈം കാൽക്കുലേഷനെ സംബന്ധിച്ചാണ്. ഇന്ന് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് വി എക്സ്പ്ലെയിൻഡ്? ഫസ്റ്റ്, ഉത്തരായനം ആൻഡ് ദക്ഷിണായനം.
the apparent movement of the sun, Uttarayanam and Dakshinayana. Next, what do you mean by local time? എന്താണ് പ്രാദേശിക സമയം? Then you know what will be the complications if there are several local time in a country. ഒരു രാജ്യത്ത് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാൽ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ എന്തെല്ലാമാണ്? നെക്സ്റ്റ് you know time zones, സമയമേഖലകൾ. വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻടു 24 ടൈം സോൺസ്. ലോകത്തെ 24 സമയമേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. അറ്റ് എ ലോങ്റ്റ്യൂഡിനൽ ഡിഫറൻസ് ഓഫ് 15 ഡിഗ്രി, 15 ഡിഗ്രി വ്യത്യാസത്തിൽ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ വ്യത്യാസം. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രീൻവിച്ച് ലൈൻ, ഗ്രീൻവിച്ച് രേഖയുടെ പ്രാധാന്യം മനസ്സിലാക്കി വെക്കുക. സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആൻഡ് സ്റ്റാൻഡേർഡ് ടൈം, മാനക രേഖാംശവും മാനക സമയവും. ദെൻ GMT, ഗ്രീൻവിച്ച് മീൻ ടൈം. ഇത്രയും ആശയങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം.